ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയും കുട്ടിയെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് തന്നെയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് അഭിനന്ദനമെന്നും അതിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് രീതിയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത് എന്നുള്ളത്. അതിനു മുന്നേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. കുറച്ചുകൂടെ ഡീപ്പായി നോക്കുകയാണെങ്കിൽ രണ്ട് പ്രൈസിങ് രീതികളിലൂടെയുണ്ട്. ഒന്ന് പ്രോസസ് പ്രൈസിങ്ങും രണ്ടാമത്തത് ഔട്ട്കം പ്രൈസിങ്. പ്രോസസ് പ്രൈസിങ് എന്ന് പറയുന്നത് കുട്ടിയെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഇനി ഔട്ട്കം പ്രൈസിങ് ആണെങ്കിൽ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. നമ്മൾ വളരെ ഡീപ്പായി പോകുന്നില്ല, ജസ്റ്റ് ഇത്രമാത്രം ഒന്ന് മനസ്സിലാക്കുക. പ്രോസസ് പ്രൈസിങ് എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഒരു കുട്ടി കുറച്ച് ബ്ലോക്കുകൾ ഉപയോഗിച്ച്, ഒരു ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഒരു നിർമ്മിതി ഉണ്ടാക്കുകയാണ്. അവർ അതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എൻഡ് റിസൾട്ട് നിങ്ങൾ കാണുന്നു. എൻഡ് റിസൾട്ട് കണ്ട ശേഷം നിങ്ങൾ പറയാണ്, മനോഹരമായ ബിൽഡിംഗ്, വളരെ നന്നായിട്ടുണ്ട്, നീ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഇത് ഔട്ട്കം പ്രൈസിങ് ആണ്. എൻഡ് റിസൾട്ടിനെയാണ് നമ്മൾ അഭിനന്ദിച്ചത്. ഇനി മറ്റൊരാൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് വിചാരിക്കുക, നീ ആ ബിൽഡിംഗ് ബ്ലോക്കുകൾ വെക്കുന്ന സമയത്ത് ഒന്ന് താഴേക്ക് വീഴുന്നത് കണ്ടു. അപ്പോൾ വീണ്ടും നീ അവിടെ ഉപേക്ഷിക്കാതെ വീണ്ടും അത് എടുത്തു വെച്ചു, വളരെ ഭംഗിയായിട്ട് നീ അത് ചെയ്തു. അതേപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻ, നീ ആ ഒന്നാമത്തെ നിരയിൽ വെച്ചിട്ടുള്ള കളറും രണ്ടാമത്തെ നിരയിലുള്ള കളർ, ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ആ കുട്ടി ചെയ്ത ഓരോ എഫേർട്ടിനെയും നമ്മൾ അഭിനന്ദിച്ചു. അതേപോലെ തന്നെ അവരുപയോഗിച്ച സ്ട്രാറ്റജി, സെക്കൻഡ് തിങ് അവരുടെ ചോയ്സ്, കളർ ചോയ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അഭിനന്ദിച്ചത്. അപ്പോൾ ഒരു പ്രോസസ് പ്രൈസിങ്ങിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരെടുത്ത അല്ലെങ്കിൽ ആ കുട്ടികൾ എടുക്കുന്ന ആക്ഷനെ നമുക്ക് അഭിനന്ദിക്കാം, അവരെടുക്കുന്ന ചോയ്സിനെ നമുക്ക് അഭിനന്ദിക്കാം, അവരുടെ ആ ഒരു രീതി, സ്ട്രാറ്റജി, അതിനെയൊക്കെ നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ്. അപ്പോൾ എൻഡ് റിസൾട്ട് അഭിനന്ദനം ചെയ്യുന്ന സമയത്ത് ആ കുട്ടി ഒരു ഫിക്സഡ് മൈൻഡാണ്. കാരണം എൻ്റെ ഈ ഒരു റിസൾട്ടിന് എനിക്ക് അഭിനന്ദനം കിട്ടി, ഓക്കെയാണ്. പക്ഷെ എന്താണ് വിചാരിക്കുക വെച്ചാൽ, ഇത് നന്നായിട്ടുണ്ട്, ഇതിലും നന്നായി ചെയ്യാൻ ചിലപ്പോൾ ആ കുട്ടിക്ക് പറ്റുമായിരിക്കാം. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും മനോഹരമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആ കുട്ടിയിൽ വീണ്ടും ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ അത് കാരണമാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രോസസ്സിലാണ് പറയുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനെയാണ് എനിക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ആ ചെയ്ത വർക്കും പ്രോസസ്സിനും അഭിനന്ദനം കിട്ടുമ്പോൾ ഞാൻ മനോഹരമാണ്, ഞാൻ ഗുഡാണ്, ഞാൻ സ്മാർട്ടാണ് എന്നുള്ള ഒരു ബോധ്യം ആ കുട്ടിയിലേക്ക് വരുന്നില്ല. ഞാൻ ചെയ്ത ഈ ഒരു വർക്ക് മനോഹരമാണ്, ഈ ചെയ്ത പ്രോസസ്സിന് നല്ലതാണ്, ഈ ചെയ്ത രീതി, ഈ ചെയ്ത ചോയ്സ് നല്ലതാണ്. അത് മറ്റ് വർക്കുകൾ ചെയ്യുമ്പോഴും മറ്റ് കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോഴും അവർ കുറച്ചുകൂടെ പ്രോസസ്സിലും അതുപോലെ തന്നെ വർക്കിലും അവർ ഫോക്കസ്ഡ് ആവും എന്നുള്ളതാണ്. അങ്ങനെ വർക്കിലും പ്രോസസ്സിലും ഫോക്കസ്ഡ് ആവുന്ന ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവന്റെ ഓരോ കാര്യങ്ങളിലും പ്രോസസ്സിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവൻ ചെയ്യുന്ന വർക്കുകളിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ എൻഡ് റിസൾട്ട് മനോഹരമായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് മുന്നോട്ടുള്ള ഒരു യാത്രയിൽ അതൊരു മുതൽക്കൂട്ടാവണം. ഒരിക്കലും അത് പിന്നോട്ട് വലിക്കുന്നതാവരുത്. ഇനി ഞാനത് ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം അവരിൽ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങളുടെ രീതി ഏതാണോ ആ രീതി ശരിയാണെങ്കിൽ അത് തുടരുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ചെറിയൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. ആ ഒരു മാറ്റം കുട്ടിയുടെ ലോകത്തിന് വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്, അൻറ്റിൽ വി മീറ്റ് അഗെയിൻ, ബൈ ബൈ.